സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇത് ഡേ 2. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിലാണ് എത്തി നിൽക്കുന്നത്. ബാംഗ്ലൂർ എയർപോർട്ടിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് കയറി നേരെ ചെല്ലുന്നത് ആൻഡമാനിലേക്കാണ്. ആൻഡമാനിലേക്ക് ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവൻ എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളം മൊത്തം മഴയായതുകൊണ്ട് ആൻഡമാനിൽ തുടങ്ങാമെന്ന് വെച്ച് ഇവിടെ വന്നപ്പോൾ ഇവിടെ അതിലും വലിയ മഴയാണ് പെയ്യണത്. ഞാൻ ഫ്ലൈറ്റ് 9:30 ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചക്കൻ വേഗം വന്നു എന്നെ പിക്ക് ചെയ്ത് നേരെ അവൻ റൂമിലേക്ക് കൊണ്ടുപോയി ഡ്രോപ്പ് ആക്കി. ചങ്ങായിമാരെ, അപ്പോൾ നമ്മൾ അർബാസിൻ്റെ വീടെത്തി. ഇതാണ് അർബാസിൻ്റെ വീട്. കാണുമ്പോൾ ചെറിയ ഷീറ്റ് പേരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഉള്ളിൽ വൻ സെറ്റപ്പ്. നമ്മൾ പുറമെ വീട് നോക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലമാണ് ഇവൻ്റെ വീട്ടിലേക്ക് വന്ന് നമ്മൾ നിൽക്കുന്നത്. ഇപ്പുറത്തൊക്കെ വേറെ വീടുകളുണ്ട്. ഇതവൻ്റെ വീട്. ഈ 2 ഭാഗം ഇവരെന്നിട്ട് ചെറിയ റൂം. അവർക്ക് 1/2 സെൻറ്റിലെങ്ങാനാണ് ഇവർ ഈ വീട് പണിതേണെന്ന് തോന്നുന്നുണ്ട്. അതിന് മുകളിൽ വേറൊരു നേരിയുടെ കെട്ടിയിട്ട് അതിനെ പാർട്ടീഷൻ ചെയ്തിട്ടാണ് പിന്നെ വീടുണ്ടാക്കിയത്. ഇവന് പരിപാടി എന്താ വെച്ചാൽ റെൻ്റൽ ബിസിനസ്സാണ്. സ്കൂട്ടിയുടെ റെൻ്റൊക്കെയാണ് ഇവന് പണി. ഈ കാണുന്നതാണ് അവൻ്റെ വീടിൻ്റെ മുൻവശം. വീട്ടിലേക്ക് പോയി നോക്കാം വീടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, ഇതാണ് അവൻ്റെ വീടിൻ്റെ ഉൾഭാഗം. ഷീറ്റ് ആയതുകൊണ്ട് തന്നെ അവർ മുകളിൽ സീലിങ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല അടിപൊളി വീടാണ്. പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് ഒരിക്കലും വിചാരിക്കില്ല ഉള്ളിൽ ഇത്രയും വൃത്തിയുള്ളൊരു സ്ഥലമാണെന്ന്. ഇവരത്രയും വൃത്തിയായിട്ടാണ് സ്ഥലങ്ങളൊക്കെ നോക്കുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ അവരുടെ ഡൈനിങ് ഹാള്, അതായത് ഹാളിൻ്റെ ഇപ്പുറത്ത് തന്നെ ചെറിയൊരു ഡൈനിങ് ഹാള്. അതിൻ്റെ ഇപ്പുറത്ത് ഇപ്പം നമ്മൾ വന്ന് പുറത്തേക്ക് വരുന്ന വഴിയിലൊരു വാതിൽ കണ്ടില്ലേ, ആ വാതിലാണിത്. പിന്നെ ഞാൻ നിൽക്കുന്ന റൂമ് മുകളിലേക്ക് പോണ വഴി ഇത്. അവരുടെ അടുക്കള നമുക്ക് കണ്ടു നോക്കാം. അടുക്കളയിൽ എൻ്റെ ഉമ്മ പണിയെടുക്കുന്നുണ്ട്. ഇതാണ് അവരുടെ അടുക്കള. ഇവിടെ അത്യാവശ്യം വലിയ ടാങ്കിലാണ് വെള്ളം പിടിച്ച് വെച്ചേക്കണം. വേറെ ഒന്നല്ല, ഓപ്പറേഷനിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ട് വേണം. അല്ലാണ്ട് ഇവിടെ അധികം വെള്ളം എവിടെയും കിട്ടാനില്ല. അപ്പോൾ ഒരു ഇത്രയും വലിയത് എനിക്ക് തോന്നുന്നു ഒരു 2000 ലിറ്ററിൻ്റെ ടാങ്കാണ്. ഇത്രയും വലിയ ടാങ്ക്. ഇതിനകത്താണ് ഒരു വെള്ളം പിടിച്ച് വെച്ചേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മഴക്കാലം അല്ലാത്ത സമയത്ത് വെള്ളം കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ വെള്ളത്തിന് ഭയങ്കര പ്രശ്നം വരും. അതുകൊണ്ടാണ് അവർ ഇത്രയും വലിയ ടാങ്കിൽ വെള്ളം പിടിച്ച് വെച്ചേക്കണത്. പിന്നെയുള്ളതാണ് ഒരു അടുക്കള. ഏകദേശം നമ്മുടെ വീടിൻ്റെ അടുക്കള പോലെ തന്നെയുണ്ട്. ഇതാണ് അർബാസിൻ്റെ ഫാദർ. ആൾ നല്ലൊരു മനുഷ്യൻ. ആളുടെ പേര് നമ്മുടെ താജ് എന്നാണ് വാപ്പാൻ്റെ പേര്. എന്നെ കൂട്ടിക്കൊണ്ടു പോവാ. ആള് നമ്മളിപ്പോൾ കൂടെ കൂട്ടിക്കൊണ്ടുന്നുണ്ട്. നല്ലൊരു മനുഷ്യൻ്റെ, പറയാതിരിക്കാൻ വയ്യ. അടിപൊളി മനുഷ്യനാണ് ആള്. ഞാൻ എന്താ അവിടെ വ്ലോഗ് എടുക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചോണ്ട് വന്നേക്കാം വർത്താനം പറയാൻ വേണ്ടിയിട്ട്. और कैसे हो आप? ठीक है. ठीक. कैमरा वीडियो बन कुछ मिला काम इधर? नहीं नहीं नहीं, ये मेरा काम, दूसरा काम नहीं है. क्योंकि ना दूसरा काम जाएगा तो ये नहीं रुकेगा. हाँ, क्योंकि वो एडिट करने का ज़्यादा टाइम है. 3 घंटा 4 घंटा चाहिए एक वीडियो एडिट करने का, इसलिए. लेके केरला भेजेगा. हाँ, केरला वीडियोग्राफी करके. हाँ, केरला केरला में वीडियोग्राफी दिया. मैं पहले नहीं, ये इधर से शुरू किया. अच्छा, इधर से. हाँ, मेरा माँ बोला इधर से स्टार्ट करो. आफ्टर दैट पूरा घूमो इंडिया में. उसके बाद मैं नॉर्थ ईस्ट जा रहा है. नॉर्थ ईस्ट, मिजोरम, नागालैंड उधर है ना, वो जगह में जाऊँगा. तो इधर मेरा दोस्त अरबास है इसलिए आया. और कोई जान पहचान नहीं है यहाँ है, लेकिन ये वो है मेरा बड़ा दोस्त अरबास. अच्छा आदमी है. TSG में काम किया वो 2 महीने पहले. अच्छा, वो जान पहचान है. हाँ, वो गया, मैं कल गया उधर. वो सबको मीट किया. अच्छा था. भास्कर सर? हाँ, नहीं नहीं नहीं, नहीं किया. वो स्टाफ है ना उधर से सब लोग. हाँ, मेरा उधर का काम है वो स्टाफ लेने का, होटल के लिए. दूसरा मेनलैंड में स्टाफ इधर से ले लूँगा. वो है मेरा काम. HR बोलूँगा, ह्यूमन रिसोर्स. ഇവിടെ അക്വേറിയം റൂം അടിപൊളി കേട്ടോ. നമ്മൾ കാണുന്ന പോലെയല്ല സംഭവം, അടിപൊളി. ആളിതുവരെ അത്യാവശ്യം നല്ല കൂൾ മനുഷ്യൻ. ഇവിടെ എല്ലാ റൂമിലും AC വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. ചെറിയ റൂം ഷീറ്റ് വരാമെന്നുണ്ട് എല്ല സീലിംഗ് ഇട്ടിട്ട് ഫുൾ AC വെച്ചേക്കണത് ഇവിടെ. ആളതുപോലെ നല്ല കൂൾ മനുഷ്യൻ. ആളിരിക്കണ തന്നെ കണ്ടില്ലേ. ഇത്രയാണ് ഈ റൂം. ഞാൻ എന്തെങ്കിലും അടുക്കള കാണിച്ചു തരാം. ഓ, കിച്ചൺ है ना, किचन एक वीडियो सफाई करेगा अकेले. ये बस वो अच्छा है. माँ का नाम नहीं बोला. मेरा नाम रेशमा. रेशमा. फ्रेंड्स, അപ്പോൾ ഇതാണ് നമ്മുടെ അർബാസിന്റെ അമ്മ. ठीक है, वो किचन है ना, किचन एक
സുഹൃത്തുക്കൾ, അപ്പോൾ എന്താ നമ്മൾ അർബാസിൻ്റെ അമ്മയുടെ മുഖം കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചു കൊടുക്കാൻ നേരത്തെ പറഞ്ഞു പറത്തിയിടാത്തത് കൊണ്ട് മുഖം കാണിക്കണ്ട, കാരണം പുറമേ ഉള്ള ഐലൻഡുകാർക്ക് അങ്ങനെ പറത്തിയിടാതെ ആരും കാണിക്കാറില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇതാണ് കൈസ് ഇവിടുത്തെ കിച്ചൺ. ശരിക്കും എൻ്റെ വീട്ടിലെ പോലെ തന്നെ ഇവിടെ വെച്ചേക്കണത്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. മേരെ ലാംഗ്വേജ് പിന്നെ അവളുടെ ഇറച്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, കോഴി ഇറച്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടിയിട്ടാണ്, വേണ്ടാന്ന് പറഞ്ഞിട്ടും കേൾക്കണല്ല, എന്താ ചെയ്യുക. ഇന്നലെ തന്നെ കോഴി മേടിക്കാൻ കിട്ടാത്തതിൻ്റെ വിഷമമാണ് ഇന്ന് കാലത്ത് തന്നെ എനിക്ക് കോഴി ഉണ്ടാക്കി തരുന്നത്. ഞാൻ പറഞ്ഞു മുട്ട പൊരിച്ചതൊക്കെ മതിയെന്ന് പറഞ്ഞിട്ടും കേട്ടിട്ടില്ല. പിന്നെ ചിക്കൻ തീറ്റിച്ചിട്ടേ വിടുള്ളൂ എന്ന് പറയണത്. ഭയങ്കര സ്നേഹമായിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക്, ഒരു പറയാതിരിക്കാൻ വയ്യ. എത്രയൊന്നും പ്രതീക്ഷിക്കണില്ല നമ്മൾ എവിടെ പോയാലും. ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി കൂടുതലാണ് എനിക്ക് എവിടെ പോയാലും കിട്ടുന്നത്. എൻ്റെ വീടിൻ്റെ ഒരു സൈഡ് വശമാണ്. ഇതാണ് ഇവരുടെ അടുക്കളേൻ്റെ പുറമേ ഉള്ളൊരു ഭാഗം. നല്ല വഴുക്കലാണ് മഴ പെയ്തിട്ട്. അതാണ് ഇവരുടെ അടുക്കളേൻ്റെ താഴെയുള്ള ഒരു, ഈ ഗ്യാപ്പിൽ കൂടെ കാണുന്നത് കടലാണ് കേട്ടോ. പിന്നെ മൊത്തത്തിൽ ഇവിടെ ഷീറ്റാണ് ഇട്ടേക്കണം. ഷീറ്റ് വെച്ചിട്ടാണ് ഈ വീട് 90% ഷീറ്റാണ്. പിന്നെ ഞാൻ നിൽക്കുന്ന റൂമിൻ്റെ താഴെ മാത്രമാണ് അവർ കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരു റൂം പോലെ ആക്കിയിട്ടുള്ളൂ. ഇവർക്ക് ആടുണ്ട്, പിന്നെ താറാവുണ്ട്. അപ്പോൾ ആടിനെ ഇടണത് ഇതിൻ്റെ അകത്താണ് അവർ ആടിനെ ഇടണത്. ഞാൻ വരുമ്പോൾ ആടുണ്ടായിരുന്നു, ഇപ്പോൾ ആട് കാണാനില്ല, തീറ്റ അഴിച്ചു വിട്ട് തോന്നുന്നുണ്ട് ആടിനെ. പിന്നെ ആടിൻ്റെ വേസ്റ്റൊക്കെ അത് അതിൻ്റെ ഉള്ളിലിടുക. സംഭവം ഇവിടെ CCTV അടക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ വീടാണെന്നുകൊണ്ട് കാര്യമില്ല, അത്യാവശ്യം ഒരു ലക്ഷറിയസ് ആയിട്ട് ജീവിക്കണം, നല്ല അത്യാവശ്യം കാശുള്ള ടീമാണ്. CCTV അടക്കം വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കണത് നാരങ്ങയാണ് കേട്ടോ. നാരങ്ങയുടെ മരങ്ങൾ മൊത്തം കാണാം നമുക്കിവിടെ. സത്യം പറഞ്ഞാൽ ചെറിയൊരു കേരളം പോലെ തോന്നും നമുക്ക്. പിന്നെ മിക്ക വീടുകളൊക്കെ പില്ലർ വാർത്തേക്കണം, വേറൊന്നുമല്ല. ചില സ്ഥലങ്ങളിൽ വെള്ളം പോവാത്ത സ്ഥലങ്ങളുണ്ടാവും. ഒരു മലയുടെ മുകളിലായിട്ടാണ് എല്ലാവരും വീട് വരിക. മലയുടെ മുകളിൽ വീട് വരുമ്പോൾ തന്നെ അധികം വെള്ളം നിൽക്കില്ല, എല്ലാം വെള്ളവും താഴെ ഒഴുകി കടലിലേക്ക് ചെല്ലും. ഞാൻ നേരത്തെ വീട് കാണിച്ചെന്നുണ്ടെങ്കിൽ കടലിലേക്ക് വെള്ളം പോണത്. ഇക്കാത്തോടെയാണ് എല്ലാവരുടെയും തൂണുമേ ഭീമ വാർത്തിട്ട് അവർ വീട് വെക്കണത്. അത് മെയിനായിട്ട് റെൻറ്റ് കേട്ടോ. ഒരു ഫുള്ള് റെൻറ്റിലുള്ള കച്ചവടം മാത്രമേ ഇവിടെ ഉള്ളൂ. നല്ല പൈസ കിട്ടും റെൻറ്റ്. കാരണം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആർക്കും റെൻറ്റ് കൊടുക്കില്ല അധികം. പിന്നെ ഇവിടുത്തെ ലോക്കൽസിന് മാത്രമേ റെൻറ്റ് കൊടുക്കുള്ളൂ. ഇതിപ്പോൾ ഞാൻ അറിയാവുന്നതായതുകൊണ്ട്, ഇവൻ ലോക്കലായതുകൊണ്ട് മാത്രം എനിക്ക് തന്നതാണ്. നേരത്തെ അറിയാവുന്നത് കൊണ്ട്. ഭയങ്കര സ്നേഹട്ടോ ഇവർക്ക്. പ്രതീക്ഷിച്ചതേ ഇല്ല ഇത്രയും നല്ല ആൾക്കാരാണ് ഇവിടെ. എൻ്റെ നല്ല ആൾക്കാർ അടിപൊളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല പറയാൻ. എന്തായാലും ഇവിടെ വന്നിട്ട് റൂം നോക്കണം. റൂം നോക്കിയിട്ട് നിൽക്കാൻ പറ്റുന്ന ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കും. അല്ലാതെ ടെൻ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തത് കണ്ടോ. ഇത് ഇവരുടെ വേറൊരു സൈഡ്. ഇവിടെയാണ് തുണിയൊക്കെ അലക്കിയിടുക. ഇതിൻ്റെ മുകളിലേക്കാണ് എൻ്റെ റൂമുള്ളത്. ഈ വഴിയാണ് പോകേണ്ടത് റൂമിലേക്ക്. വഴി ചെന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ നിലയിൽ റൂം. ഇതാണ് അർബാസിൻ്റെ വീട് മോൾ ഭാഗം. ഇവിടെയാണ് നമുക്ക് ഇപ്പോൾ താമസിക്കാൻ വേണ്ടിയിട്ട് തന്നേക്കണ റൂം. ഇവിടെയാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ക്യാമറ സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അവൻ്റെ റൂം. ഇതിലാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. അവിടെ എൻ്റെ ബാഗും കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവൻ്റെ ഇത്ര ചെറിയ റൂമാണെങ്കിലും സംഭവം AC ആണ്. ഇവർ ചെറിയ റൂമിൽ തന്നെ നല്ല ലക്ഷറിയസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പുറമേ നിന്ന് കാണുമ്പോൾ ഷീറ്റ് ഇട്ടിട്ടൊക്കെ ആണെന്ന് തോന്നും, പക്ഷേ ഉള്ളിൽ നല്ല ലക്ഷറി ആയിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഇവരുടെ മെയിൻ ബിസിനസ്സും ടൂറിസം തന്നെയാണ്. അത് മാത്രമല്ല ഇവൻ്റെ വീടിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീച്ചാണ്. ഈ കാണുന്നതാണ് ബീച്ച്. കാർബിൻ എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചാണിത്. ഇതിൻ്റെ തൊട്ട് സൈഡിലാണ് ഇവൻ്റെ റൂം. അപ്പോൾ ഇതിന് ടെറസുണ്ട്. ടെറസിലേക്ക് പോകാൻ ഇവിടെ വഴിയില്ല. ഇതാ കാണുന്ന ടെറസിലാണ് പോകേണ്ടത്. അപ്പം നല്ല അടിപൊളി വ്യൂ കിട്ടും. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും, വീടിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ബീച്ചിൻ്റെ വ്യൂ. അത് ആ ബീച്ചിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഐലൻഡുകളൊക്കെ കാണാനും എന്ത് അടിപൊളി ലൈഫാണ് ഇവിടെ എന്ന് അറിയും ഇവരുടെയൊക്കെ. പക്ഷേ ഇവർക്ക് പുറം ലോകമായിട്ട് അത്ര കണക്ഷൻ ഇല്ല. ഇവരുടെ ഒരു ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐലൻഡിൽ തന്നെ ഒതുങ്ങിത്തീരുന്ന ജീവിതത്തിന് ഇവർക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല ഇവർ ഈ ഒരു ഇതിനകത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. ഇവർക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. സംഭവം കൊള്ളാം. എന്തായാലും ഞാൻ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവനെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടെ ജോലി ചെയ്തവനല്ല, നേരത്തെ ജോലി ചെയ്തവനാണ്. അപ്പോൾ അവൻ നമുക്ക് റൂം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. വേറെ പുറത്ത് റൂം നോക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ വീടിൻ്റെ റൂം തന്നെ നമുക്ക് തന്നേക്കണത്. അപ്പോൾ അടിപൊളി. ഇതാണ് അവൻ്റെ വീട്ടിലേക്ക് വരുന്ന എൻട്രൻസ്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ആൻഡമാനിലെത്തി. നമ്മൾ സേഫായിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് പിള്ളേർ സൈക്കിളുമൊക്കെ പോകണം കാണാം. ചെറിയൊരു കോളനി പോലെയാണ്. എന്നാൽ ആൻഡമാൻ കണ്ടോ, നമ്മുടെ നാട് പോലെ തന്നെ മരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഇവരുടെ ഒട്ടുമിക്ക ആൾക്കാരുടെയും വീട് ഷീറ്റുണ്ട്, പിന്നെ ടെറസുണ്ട്. എന്നാൽ ടെറസ് കണ്ടോ, എല്ലാം പകുതി പണി വെച്ചിട്ട് എല്ലാം അവിടെ അതെ പകുതി വെച്ചിട്ടാണ് ടെറസൊക്കെ പണിത് വെച്ചേക്കുന്നത്. അതെന്താണെന്ന് അറിയില്ല. ഇനി നാൾ പൈസ കിട്ടി കഴിയുമ്പോൾ വേറെ മുകളിലേക്ക് പണിയാലോ, അതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും.
സുഹൃത്തുക്കളെ, അപ്പോൾ അർബാസിൻ്റെ അമ്മയുടെ മുഖം കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, പറത്തിട്ടുണ്ടായില്ല പുള്ളിക്കാരി. അപ്പോൾ പുള്ളിക്കാരുടെ മുഖം അങ്ങനെ മറ്റുള്ള ഐലൻഡുകാർ എല്ലാവരും പറത്തിയിട്ടാണ് വീഡിയോസ് എന്ത് ചെയ്യാനും ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പുറമെ സോഷ്യൽ മീഡിയയിലൊന്നും പറഞ്ഞിടാത്തതുകൊണ്ട് വരില്ല. അപ്പോൾ നമ്മളത് റെസ്പെക്റ്റ് ചെയ്യണം. അതുകൊണ്ട് മാത്രം നമ്മളെ മുഖത്തിൻ്റെ മാത്രം നമ്മൾ സൂം ചെയ്തിട്ട് ഫേസ് കളഞ്ഞത്, അതല്ലാണ്ട് വേറൊന്നുമല്ല. വെറുതെ അങ്ങനെ അവർക്ക് പുറത്തേക്ക് അങ്ങനെ ആൾക്കാരായിട്ട് അങ്ങനെ ഇടപെടുന്നത് തീരെ ഇഷ്ടമില്ല. പുറമേ ഉള്ളവർ പുറം ലോകം അറിയാൻ അവർ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് മാത്രമാണ്. പക്ഷെ അവർ നമ്മൾ വരുന്ന ഗസ്റ്റുകളൊക്കെ അവർ നമ്മൾ ലൈക്ക് ട്രീറ്റ് ലൈക്ക് എ ഗോഡ് എന്ന് പറയില്ലേ, നമ്മൾ ദൈവത്തെ പോലെ തന്നെ സ്വീകരിക്കും. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് ഒരാൾ വരുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ ഞാൻ എന്തോ ബന്ധുവാണെന്ന് വിചാരിക്കും. അവരുടെ അമ്മതിരി എന്നെ ട്രീറ്റ് ചെയ്തേക്കാറ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ റൂം നോക്കാൻ പോകുന്നുണ്ട്. പുറമേ ഒരു റൂം നോക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ടെൻറ്റ് അടിക്കാന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ ടെൻറ്റ് ഇവിടെ നടക്കില്ല, കാരണം ഇവിടുത്തെ ലോ ഫുൾ അഗെയിൻസ്റ്റ് ആണ്. ടെൻറ്റ് അടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, കുറച്ച് 2-3 സ്ഥലങ്ങളുണ്ട്. അത് കണ്ടുപിടിച്ചിട്ട് അവിടെ ടെൻറ്റ് അടിക്കാൻ പറ്റുമെന്നറിയില്ല. എന്നാലും നോക്കും, കാരണം ഇപ്പോൾ നല്ല മഴയും കാറ്റൊക്കെ കൂടുതലുള്ളതുകൊണ്ട് ഇവിടെ ടെൻറ്റ് അടിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമ്മൾ നോക്കുന്നുണ്ട്. മാക്സിമം അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ആണ് എൻ്റെ അടുത്ത പുതിയ വീഡിയോയിലേക്കുള്ള പ്രചോദനം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.